everyone, welcome back to Tell Me Story. യുകെയിൽ ഇപ്പോൾ പലതരത്തിലുള്ള വിസകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വിസയാണ് സീനിയർ കെയർ വിസ. ഇനിയിപ്പോൾ ഫെബ്രുവരി 15 തുടങ്ങിയിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസ എന്ന് പറയുന്ന ഒരു വിസയും കൂടെ വരുവാണ്. അപ്പോൾ ആ വിസയിൽ കൂടെ നമുക്ക് കെയറേഴ്സിനും സപ്പോർട്ട് വർക്കേഴ്സിനും അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം അസിസ്റ്റൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറിയിലെ ആൾക്കാർക്ക് വരാം. ഈ വിസ എന്ന് പറയുന്നത് നഴ്സുമാർക്ക് മാത്രമല്ല, +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കാരണം ഒരു പാർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ സീനിയർ കെയർ വിസേനെ പറ്റിയിട്ടും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസേനെ പറ്റിയിട്ടും സെപ്പറേറ്റ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കാം, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വിസയിൽ വരണമെന്നുണ്ടെങ്കിൽ ഏജൻസി ത്രൂ വരാം, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വരാം. ഏജൻസി ത്രൂ വരുമ്പോഴുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ജെന്യുവൻ ഏജൻസി അതൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു വെക്കുന്നുണ്ട്, ഒരു ഏജൻസി സജസ്റ്റ് ചെയ്യാവോന്ന്. അപ്പോൾ എനിക്ക് അറിയാവുന്ന 1-2 ഏജൻസി ഞാൻ ആദ്യമൊക്കെ കുറേ പേർക്ക് കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഒരു ഏജൻസിക്ക് ഒരാൾക്കാരെ കൊണ്ടുതന്നെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കായാലും ഒത്തിരി ഏജൻസീസ് ഒന്നും അറിയത്തില്ല, അപ്പോൾ ഏതാണ് ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി എന്ന് പോലും. പക്ഷേ ഇപ്പോൾ ഏജൻസി ത്രൂ വരുവാണെങ്കിൽ തന്നെ നല്ല ചാർജാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ 6 ലക്ഷം തുടങ്ങി 8 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം അങ്ങനെ പല പല ചാർജാണ് ഓരോ ഏജൻസീസ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്, ഒരു 3-3.5 ലക്ഷം രൂപയോളം ചിലവുണ്ട്. കാരണം വിസ ചാർജ് ഉണ്ട്, പിന്നെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ചാർജ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ ചാർജ് ഉണ്ട്. എന്നാലും ഒരു 3-3.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും, എങ്ങനെയാണ് ഈ കെയർ ഹോമുകൾ കണ്ടുപിടിക്കണേ, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. കാരണം നമുക്ക് ഏത് സൈറ്റിൽ കൂടെ പോയാലാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള വരുള്ളൂ. അപ്പോൾ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അത് നടക്കാത്ത കാര്യമല്ല. കാരണം ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇവിടെ യുകെയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് കഷ്ടപ്പെടലും നമ്മുടെ ഭാഗ്യവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫേവർ ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഹോമുകളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് യുകെയിലേക്ക് ഡയറക്റ്റ് ത്രൂ അപ്ലൈ ചെയ്ത സീനിയർ കെയർ വിസയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വിസയിൽ വരാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുകെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോവുക. അതിൽ സ്പോൺസേഴ്സ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റഡ് ആയിട്ടുള്ള കെയർ ഹോമുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു 250-200 മേലെ കെയർ ഹോമുകളുണ്ട്. അപ്പോൾ ഈ ഓരോ കെയർ ഹോമുകളുടെ നിങ്ങൾക്ക് ആ ഓരോ കെയർ ഹോമുകളുടെ പേര് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നമുക്ക് വേക്കൻസീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു കെയർ ഹോമിൽ നിങ്ങളെ വിളിക്കണമെന്നില്ല. ചിലപ്പോൾ ലോങ് വെയിറ്റിംഗ് വരാം, ചിലപ്പോൾ നിങ്ങളെ വിളിച്ചു എന്നും ഇരിക്കാം. അത് ലക്കും എല്ലാം കൂടെ ഫേവർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഓരോന്ന് സമയം നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അതൊരു വേ. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജോബ് സൈറ്റുകളുണ്ട് ഇവിടെ. ഇപ്പം carehome.uk, ഇൻഡീഡ്, ലിങ്ക്ഡിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ജോബ് സൈറ്റുകളുണ്ട്. അപ്പോൾ ഈ ജോബ് സൈറ്റുകളിൽ നിങ്ങൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് കെയർ അസിസ്റ്റൻറ്റ് ജോബ്സ് ഇൻ UK അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കർ ജോബ്സ് ഇൻ UK, നഴ്സിംഗ് ഹോം അസിസ്റ്റൻസ് ഇൻ UK എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കെയറിങ് ജോബുകളുടെ പല കാറ്റഗറീസ് വരും. ഇതിനകത്ത് നമ്മൾക്ക് ഓരോ ആ കാറ്റഗറീസിൽ വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ അങ്ങനത്തെ ആപ്ലിക്കേഷനിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ആ കെയർ ഹോം സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. അതിനാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ ആ കെയർ ഹോം നമുക്ക് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, റേറ്റഡ് കാറ്റഗറിയിൽ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കെയർ ഹോമിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യുകെ ഗവൺമെൻറ് സൈറ്റിൽ കുറേ ലിസ്റ്റ് ഓഫ് കെയർ ഹോമുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലിസ്റ്റിൽ ഈ പറയുന്ന കെയർ ഹോം ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ, എനിക്ക് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യണേ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് അവരോട് മെൻഷൻ ചെയ്യാം. കാരണം ചിലപ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഇവിടെ യുകെയിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ള ആൾക്കാരാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കും. പക്ഷേ നമുക്കിപ്പോൾ ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചിട്ടും കാര്യമില്ല, അവർ നമുക്ക് സ്പോൺസർഷിപ്പ് തരണമല്ലോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതുമല്ല, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ചോദിക്കാൻ കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം.
സോ ആ മെത്തേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു CV ഉണ്ടായിരിക്കണം. അത് UK ഫോർമാറ്റിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്നിട്ട് UK ഫോർമാറ്റ് CV എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഫോർമാറ്റ്സ് വരും, കുറേ ടെംപ്ലേറ്റ്സ് വരും. അപ്പോൾ ആ ഒരു മോഡലിൽ നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മെയിൻലി CVയിൽ വരുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഒരു CVയിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു CV ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കുക. ഒരു CV ഉണ്ടാക്കിയാൽ മതി, കാരണം എല്ലാ ആപ്ലിക്കേഷനും വേക്കൻസീസിൽ ഈ CV അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ലൊരു CV ഉണ്ടാക്കിയെടുക്കുക ആദ്യം തന്നെ. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു ഇഷ്യൂ അല്ല ഇവിടെ. നമ്മൾ പക്ഷേ എന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇയർ ഗ്യാപ്പിൻ്റെ റീസൺ എന്നാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധാരണ ഇപ്പോൾ അമ്മമാരൊക്കെ ഇപ്പോൾ കുട്ടി ഉണ്ടാവാൻ വേണ്ടി ചിലപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഒരു ഗ്യാപ്പ് എടുക്കണമെങ്കിൽ തന്നെ അത് പറയുക. അതായത് ഞാൻ 4 വർഷം ഫുൾ ടൈം മമ്മ എന്ന് പറയാം. ഈ ഫുൾ ടൈം മമ്മ എന്ന് പറയുന്നത് ഒരു ജോബ് തന്നെയാണ്. ഒരു കുഞ്ഞിനെ കെയർ ചെയ്ത് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ജോബാണല്ലോ. അതും ഇപ്പോൾ അവർക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 4 വർഷം ഒരു കുഞ്ഞിനെ കെയർ ചെയ്ത് വളർത്തിയെടുക്കുന്ന ഒരു അമ്മയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു കെയർ ഹോമിൽ റെസിഡൻസിനെ കെയർ ചെയ്ത് നോക്കിക്കൂടാ? അപ്പോൾ ഒരു ഫുൾ ടൈം മമ്മ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമ്മൾ ഇയർ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും അത് നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാരൻസിനെ നോക്കാനാണ് നമ്മൾ ലീവ് എടുത്തതിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് പണിയാനായിട്ടാണ് നമ്മൾ ലീവ് എടുത്തത്, അങ്ങനെ എന്താണ് ഇയർ ഗ്യാപ്പിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. പക്ഷേ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും കൂടെ കുറച്ച് ഭംഗിയിൽ പൊടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ആഡൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ 2 കെയർ ഹോം ഗ്രൂപ്പ് പരിചയപ്പെടുത്താം. ഇതിൻ്റെ സൈറ്റ് ഞാൻ എങ്ങനെയാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെയർ ഹോംസ് ആണ്. ഇവർ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഹോംസ് ആണ്. നാട്ടിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യും. ഇതിൽ അവർ പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല. ആദ്യമേ തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് a1.care എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഫ്രീ അസസ്മെന്റ് അല്ലെങ്കിൽ വിസ സ്പോൺസർ എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് അതിനെ ഇവർ സ്പോൺസർഷിപ്പ് ചെക്ക് ചെയ്യണം. അപ്പൊ വിസ സ്പോൺസറിലേക്ക് അടിക്കുക. അപ്പൊ അതിൽ നോക്കുമ്പോൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും A1care offers visa sponsorship for those being within and outside of the UK. അപ്പൊ UK-യിലുള്ളവർക്കും പുറത്തുള്ളവർക്കും അവർ വിസ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ പാക്കേജസ് ആണ് പറയുന്നത്. പ്ലെയിൻ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും, എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ ഈവൻ അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇവർ 2 ടൈപ്സ് ഓഫ് വിസാസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിഫൈൻ വിസയും അൺഡിഫൈൻ വിസയും. ഡിഫൈൻ വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK-ക്ക് പുറത്തുള്ളവരെ അവർ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് ഡിഫൈൻ വിസ എന്ന് പറയുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട് എക്സ്പീരിയൻസ്ഡ് കെയർ അസിസ്റ്റന്റ് ആൻഡ് രജിസ്റ്റേർഡ് നഴ്സസ് ഹോൾഡിംഗ് എ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ്. ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരും അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ എന്ത് എക്സ്പീരിയൻസ്ഡ് കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കെയറിംഗ് ഫീൽഡിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ അൺഡിഫൈൻഡ് വിസ. ഈ അൺഡിഫൈൻഡ് വിസ എന്ന് വെച്ചാൽ UK-യിൽ ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ UK-യിലുള്ള ഒരാളാണ്, നിങ്ങളുടെ വിസ ഓൾറെഡി എക്സ്പയർഡ് ആവാറായി, നിങ്ങൾക്ക് ഒരു പുതിയ വിസ വേണമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ വിസ കൊടുക്കുന്നതിനാണ് അൺഡിഫൈൻഡ് വിസ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ അവരുടെ പാക്കേജസ് ആണ് പറയുന്നത്. അവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് വിസ ഫീയുടെ കോസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനി കാർ കൊടുക്കും, ഫുൾ ടൈം എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ആനുവൽ സാലറി 25,600 പൗണ്ട് ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ പെർ അവർ 10 ഒരു മണിക്കൂറിൽ 10 പൗണ്ടിന് മേലെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് 4 ദിവസം അവർ ട്രെയിനിങ് ആണ് തരുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ വിസ അവർ സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം? അതിന് നമ്മൾ ഫ്രീ അസസ്മെന്റിലോട്ട് പോവാ. ഇതിൽ നമ്മൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ബുക്ക് ഈ ഫ്രീ അസസ്മെന്റ് ആവുന്ന കണ്ടില്ലേ? ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ സിവിയും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുക. നോവോകെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ആണ് എടുത്തേക്കുന്നത്. അതിന്റെ സ്പെല്ലിംഗ് ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കെയർ ജോബ്സ് കാണാം. കെയർ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു കെയറിങ് ഏജൻസിയാണ്, ഏജൻസി ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ നഴ്സിംഗ് ഹോമിലോട്ടേക്കല്ല പോരുന്നത്. പല പല നഴ്സിംഗ് ഹോമിൽ നിങ്ങൾ ഏജൻസി ഷിഫ്റ്റ് പോലെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ഇവരുടെ വേക്കൻസീസ് കണ്ടോ? ഇങ്ങനെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട് ഇവർക്ക്. ഇതിനകത്ത് ഇവർ പറയുന്നത് Tier 2 വിസ സ്പോൺസർഷിപ്പ്, അവർ വിസ സ്പോൺസർ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഇതിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്തൊന്ന് വയ്ക്കുക. ഇതെല്ലാം ഇംഗ്ലണ്ട് സൈഡിലോട്ടേക്കാട്ടോ.
അതിലവർ പറയുന്നുണ്ട് റിക്രൂട്ടിംഗ് ക്വാളിഫൈഡ് നഴ്സസ് ടു പ്രാക്ടീസ് ഇൻ ദി UK. അപ്പോൾ ഇവർ പ്രിഫർ ചെയ്യുന്നത് നഴ്സസിനെയാണ്. അപ്പോൾ നാട്ടിൽ GNMO BSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനോട് തെറ്റൊന്നുമില്ലല്ലോ. ഇതിനകത്ത് അവർ പറയുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാം, ഇവരുടെ റോള് ഡിസ്ക്രിപ്ഷൻ, അതായത് റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻ ദ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രീവിയസ് കെയർ ഓർ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബട്ട് നോട്ട് എ നെസസിറ്റി. അത് നിർബന്ധം പറയുന്നില്ല. പിന്നെ നോ എക്സ്പീരിയൻസ് നെസസറി. പക്ഷേ ഇവർ ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ് കാർ എസെൻഷ്യൽ ഫോർ ഫുൾ ടൈം ആൻഡ് അഡ്വാൻറ്റേജ് പാർട്ട് ടൈം എന്ന് പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ലെവൽ 2 ഡിപ്ലോമ ഇൻ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ബെനിഫിഷ്യൽ, NVQ2 ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ബെനിഫിഷ്യൽ. ഇതെല്ലാം ബെനിഫിഷ്യൽ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്, മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാട്ടിലിപ്പോ GNM കഴിഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് UKNARIC ത്രൂ നിങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടുത്തെ NVQ ലെവലിന് എത്രയാണ് ഈക്വലന്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇവർക്കായ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അസസ് ചെയ്യുമ്പോൾ. പിന്നെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കെയറിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ UKNARIC നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഏത് ലെവലിനാണ് ഈക്വലന്റ് എന്ന് അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കെയറിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആള് ആണ് അപ്ലൈ ചെയ്യണേ, പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനും മതി. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ കിട്ടാനും ചാൻസ് ഉണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് താഴോട്ടേക്ക് പോകുമ്പോൾ. അപ്പൊ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ഇതേ റെസ്യൂമേ എന്ന് പറഞ്ഞ കോളുണ്ട്, അതിൽ നിങ്ങൾ CV അറ്റാച്ച് ചെയ്യുക, അങ്ങനെ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നല്ലൊരു വിസയാണ്. ഇപ്പൊ ഡിപ്പെൻഡൻസിന് വരാൻ പറ്റും. നിങ്ങൾക്ക് അപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്നാൽ 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുന്നൊരു സംഭവമാണ്. അപ്പം UK വർക്ക് വിസ കിട്ടാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് വരാൻ പറ്റാനായിട്ടൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ അത് ഒരിക്കലും മിസ്സാക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാനിത് ട്രൈ ചെയ്യാൻ പറയത്തില്ല, കാരണം ഒരു നേഴ്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും സീനിയർ കെയറിന് എന്തായാലും കിട്ടത്തില്ല. എന്നാൽ പോലും വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ് UK വരണം, UK നിങ്ങളുടെ ഒരു ഡ്രീം ആണെങ്കിൽ ഈ വിസ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ കെയറിങ് ജോബ് എന്ന് പറയുന്നത് ഒരു ഈസി ജോബ് അല്ല കേട്ടോ. കാരണം വയസ്സായ ആൾക്കാരെ അല്ലെങ്കിൽ കെയർ ആവശ്യമുള്ള ഒരാൾക്കാരെ നിങ്ങൾ നോക്കാനായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണത്. അപ്പോൾ ശരിക്കും അതിൽ ഒത്തിരി ഇൻട്രസ്റ്റ് വേണം, പിന്നെ അതെല്ലാം ഹാർഡ് വർക്ക് വേണം, ഒരു എമ്പതി സിമ്പതി അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരാൾക്കാർക്ക് മാത്രമാണ് പ്രോപ്പറായിട്ട് ആ കെയറിങ് ജോബ് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു മനസ്സും കൂടി ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ വിസയ്ക്ക് എന്തായാലും ട്രൈ ചെയ്യണം. ഏജൻസി ത്രൂ വരണേക്കാളും എപ്പോഴും നല്ല ഡയറക്റ്റ് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കെയർ ഹോമുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടിയില്ല എന്ന് വരും. എന്നാൽ പോലും നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങളൊന്ന് ഡൗൺ ആവാതെ കീപ്പ് ഓൺ ട്രൈയിങ്. എല്ലാ കെയർ ഹോമുകളിലും ഒന്ന് അപ്ലൈ ചെയ്തിടുക. ചിലപ്പോൾ ഇപ്പോഴായിരിക്കത്തില്ല അവർക്ക് വേക്കൻസി വരണത്, പക്ഷെ നിങ്ങൾ ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും 1-2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തെന്നിരിക്കും. പിന്നെ ഇവിടുത്തെ എല്ലാ കെയർ ഹോമുകളും തന്നെ ആപ്ലിക്കേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു. സാധാരണ അവർ നമ്മളെ അറിയിക്കാറുണ്ട് മിനിമം 1 മന്ത്. ഇവിടെ എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു വേക്കൻസി ഇടുവാണെങ്കിൽ 1 മന്ത് ആപ്ലിക്കേഷൻ ടൈം കൊടുക്കും. അപ്പം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. സാധാരണ ഇവിടെ എല്ലാവരും തന്നെ ഇൻഫോം ചെയ്യും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയോ അൺസക്സസ്ഫുൾ ആണോ എന്നൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പേഴ്സണലായിട്ട് എന്തെങ്കിലും എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ Instagramൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.